പ്രായം വെറും അക്കം മാത്രമാണെന്നും ശാരീരിക ക്ഷമത നിലനിർത്താൻ പ്രായം തടസ്സമല്ലെന്നും തെളിയിച്ചിരിക്കുകയാണ് പയ്യന്നൂർ എരമം സ്വദേശി NV മോഹൻദാസ്. ഗൾഫിൽ ജിം ട്രെയിനറായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ RR ജിമ്മിലാണ്. ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണുള്ളത്. ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന 16ാമത് ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച് ഒന്നാം സ്ഥാനം, അതായത് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ എരമം സ്വദേശി മോഹൻദാസ് ആണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നത്? ഈ രംഗത്തേക്ക് കടന്നു വരാൻ കാരണം ഈ ബോഡി ബിൽഡിങ്ങിനോടുള്ള താല്പര്യം തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ എപ്പോഴും ആൾക്കാരുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മളെക്കാട്ടും മുതിർന്ന ആൾക്കാരുടെയൊക്കെ വികസിച്ച ശരീരമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഉണ്ടാക്കുക എന്നൊരു ചിന്ത ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയുടെ പരിസമാപ്തിയാണ് ഒരു ലോക ചാമ്പ്യൻ എന്ന നിലയിൽ ഇന്ന് എനിക്ക് അറിയപ്പെടാൻ സാധിക്കുന്നത്. അതിനു വേണ്ടി എടുത്ത മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? മുന്നൊരുക്കങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് ജിംനേഷ്യത്തിൽ ചേരുക എന്നുള്ളതാണ് ഒരു ബോഡി ബിൽഡർ ആവാൻ ചെയ്യേണ്ടത്. പിന്നീട് നിരവധി അധ്യാപകരുടെ ശിക്ഷണത്തിലും അവരുടെ അനുസരണയോടുകൂടെ ശ്രദ്ധിച്ച് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഭക്ഷണക്രമം, അതിൽ ആദ്യമായിട്ട് എൻ്റെ മാതാപിതാക്കളോട് നന്ദി പറയുന്നു, ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു. എന്നെ അതിന് സഹായിച്ച പയ്യന്നൂർ നിവാസികളോടും എരമൻ നിവാസികളോടും ഒക്കെ നന്ദി പറയുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെയാണ് ആൾക്കാരുടെ ചിന്താഗതികൾ. പ്രോട്ടീൻ ഇപ്പോഴും ഉപയോഗിക്കണം. കാരണം ഞാനിപ്പോഴും മത്സരിച്ചത് ഒരു പഞ്ചായത്ത് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലോ ഡിസ്ട്രിക്റ്റിലോ സ്റ്റേറ്റിലോ ഒന്നല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ്. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആൾക്കാർക്ക് എന്തുകൊണ്ട് വേൾഡ് ചാമ്പ്യനോ മറ്റ് രീതിയിൽ ഏഷ്യൻ ചാമ്പ്യനോ ആകാൻ ആയവരുണ്ട്. വളരെ കുറച്ച് പേരാണ്, വിരലിലെണ്ണാൻ പറ്റുന്ന പേരാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? അത്രയധികം നോളജ് നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ വന്നതിന് ശേഷം എല്ലാവരിലും നോളജ് എത്തി. അന്ന് ചിലരിൽ മാത്രമാണ് അറിവുണ്ടായിരുന്നത്. അവരാ അറിവ് മറ്റാൾക്കാർക്കും കൊടുക്കാതെ അവരിൽ മാത്രം ഒതുക്കിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻറ്റിൽ മാത്രം ഒതുക്കിയിരുന്നു. അതുപോലെ വിദേശികൾ കഴിക്കുന്ന അതേ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാൽ മാത്രമേ വിദേശികളോട്, മറ്റ് രാജ്യക്കാരാണ്, അവരുടെ ശരീരഘടന വ്യത്യസ്തമാണ്, ജീവിത രീതി വ്യത്യസ്തമാണ്, കാലാവസ്ഥ വ്യത്യസ്തമാണ്. ഇതിനോടൊക്കെ പൊരുതണമെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണവും അവർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ആദ്യമായിട്ട് ഏഷ്യയിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് 5ാം സ്ഥാനമാണ്. ആ 5ാം സ്ഥാനത്തിൽ നിന്നാണ് വേൾഡിൽ മത്സരിച്ചപ്പോൾ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് മത്സരിച്ച ഉടനെ തന്നെ 1ാം സ്ഥാനം ലഭിക്കുന്നത്. നല്ലൊരു ചാലഞ്ചായിരുന്നു. വളരെ കഠിനമായ പരിശ്രമം വേണ്ടി വരുന്നു. ഏഷ്യയിൽ 1ാം സ്ഥാനം കിട്ടിയ ആളെയാണ് പരാജയപ്പെടുത്തിയത്. എൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് ഈ ക്ലാസ്സിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവരൊക്കെ മുൻ ലോക ചാമ്പ്യന്മാരാണ്. ഈസി അല്ല, വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. നമ്മളത് ഈസി ആയിട്ട് കണക്കാക്കേണ്ട മാസ്റ്ററാണെന്ന് കരുതി ഏകദേശം 68ഓളം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ പങ്കെടുത്തിരുന്നു. വേൾഡിൽ മത്സരിച്ചിട്ട് എന്തായാലും ആദ്യ അവസരത്തിൽ തന്നെ 1ാം സ്ഥാനം നേടാൻ സാധിച്ചത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിലും ഈ വിജയം ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ അഗ്നിവേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.